ഹായ്, ശർക്കരയോ നെയ്യോ ബട്ടറോ ഗീയോ ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ സ്നാക്സ് വാങ്ങുന്നതിന് പകരമായിട്ട് ഇതുപോലെയുള്ള ഹെൽത്തി സ്നാക്സ് വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ധൈര്യമായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിൽ കലോറി വളരെ കുറവാണ്, അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒരു ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ ഇത്. നമുക്കപ്പോൾ ലഡു ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഓട്സാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓട്സ് ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഓട്സ് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. എൻ്റെ അടുത്തുള്ളത് റോൾഡ് ഓട്സ് ആയതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്ത്, നിങ്ങളുടെ അടുത്തുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ആയാലും മതി. 1.5 കപ്പ് ഓട്സ് ആണ് ഇപ്പോൾ ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഈ ഓട്സ് നല്ല ക്രിസ്പാവുന്ന രീതിയിൽ, അതായത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ട് ചെയ്യുമ്പോൾ ഇത് ഓട്സ് കൊണ്ടുള്ള ലഡു ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല, വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്സ് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ പ്രോട്ടീൻ ലഡുവിൻ്റെയൊക്കെ റെസിപ്പീസ് 2-3 വേറെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സൊക്കെ ഒരു വിധമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റായി ഞാനിപ്പോൾ ഇതുപോലെ വറക്കുന്നു. ഇതേ അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടും. അപ്പോൾ അങ്ങനെ പൊട്ടുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്സ് കറക്റ്റായിട്ടുള്ളൊരു വറവായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഓട്സ് നമുക്ക് മാറ്റാം. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ. അടുത്തതായിട്ട് നമുക്ക് ആ പാനിലേക്ക് ഒരു 1/2 കപ്പ് ബദാം ഇട്ട് കൊടുക്കാം. ബദാമിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വാൾനട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാൾനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വാൾനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വാൾനട്ടും ബദാമും നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി ഒന്ന് റോസ്റ്റഡായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കൂടി ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വലിയൊരു ഉദ്ദേശിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കാഷ്യൂ ഒന്നും ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ ഈ ബദാമും വാൾനട്ടൊക്കെ നന്നായിട്ട് റോസ്റ്റഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയ ശേഷം നമ്മൾ നേരത്തെ ഓട്സ് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ഫ്ലാക്സ് സീഡാണ്. 1/2 കപ്പ് ഫ്ലാക്സ് സീഡാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലാക്സ് സീഡ് ഇപ്പോൾ എന്താണെന്നൊരു ഇത് എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ അതിന് ചനാവിത്ത് എന്നാണ് പറയുന്നത്. ഫ്ലാക്സ് സീഡിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ഡയറ്ററി ഫൈബർ ഹൈ ആണ്, ലെസ് കലോറി ഉള്ളതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഈ ഒരു ഫ്ലാക്സ് സീഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും മാത്രമല്ല, നമുക്കിത് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു ടീസ്പൂണൊക്കെ ഇട്ടിട്ട് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. നമുക്ക് ഇനി ഫ്ലാക്സ് സീഡ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്ലാക്സ് സീഡ് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ കടുക് പൊട്ടുന്ന പോലെ അതിങ്ങനെ പതുക്കെ ക്രാക്കിൾ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഒന്നും എനിക്കറിയില്ല, ഞാൻ ഒന്നും കൂടി ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ട, ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊട്ടും ഈ ഫ്ലാക്സ് സീഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്ലാക്സ് സീഡ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ഗ്ലേസിങ് പോലെ, അതിൻ്റെ ഓയിൽ ഒന്ന് ഇത്തിരി പുറത്തേക്ക് വന്നിട്ട് ഒരു ഗ്ലേസിങ്ങും കൂടി വരും. അപ്പോൾ നമുക്ക് ഫ്ലാക്സ് സീഡും നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തു. അതും നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം അവിടെ നിന്ന് ചൂടാറട്ടെ. നന്നായി ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്സും നട്ട്സും ഫ്ലാക്സ് സീഡൊക്കെ കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കാരണം മിക്സിയുടെ ജാറിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് പെട്ടെന്ന് കേടായിപ്പോവും, നമുക്ക് അധികം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് 2 ട്രിപ്പായിട്ട് ഇട്ടിട്ട് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നിർത്തിയിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ചെടുത്തത് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. സെക്കൻഡ് ട്രിപ്പും ഞാനിപ്പോൾ അത് പൊടിച്ചെടുത്ത ശേഷം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് നിർത്തി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മിക്സിഡ് ജാറിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവാനായിട്ടും പാടില്ല. അപ്പോൾ നമ്മൾ ആ നട്ട്സും ഓട്സും ഒക്കെ പൊടിച്ചെടുത്ത പൊടി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചു.
അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഫ്ലഷി ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കണം. 2 ടൈപ്പ് ഡേറ്റ്സ് നമുക്ക് കിട്ടും. ഒന്ന് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ളതും ഒന്ന് ഇത്തിരി ഫ്ലഷി ആയിട്ടുള്ളതും. അപ്പോൾ ഫ്ലഷി ആയിട്ടുള്ള ഡേറ്റ്സ് എടുത്താലാണ് നമുക്ക് ഈ ഓട്സ് ലഡു ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ നിർത്തി ഈ ഡേറ്റ്സും നല്ല പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയിട്ട് ഇതേ കണ്ട ഏതാണ്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ഇതായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഡേറ്റ്സ് പേസ്റ്റ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഓട്സിൻ്റെ നട്ട്സിൻ്റെ ഒക്കെ പൊടിയിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സ്ചറും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കൈ വെച്ചൊന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. പിന്നെ ഡേറ്റ്സിന് നമുക്കൊരു അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ എടുത്ത ഡേറ്റ്സ് പോരാണ്ട് വന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 8 എണ്ണം കൂടി എടുത്ത് ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ആ ഡേറ്റ്സിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പൊടിയുടെ ആ വറവ് ഇതൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. നമുക്ക് അവസാനം ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മാവ് പോലെ ആക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ അതുപോലെ നമുക്കിതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഡേറ്റ്സിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഡേറ്റ് സിറപ്പിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. ശർക്കര പാനിയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്സും നട്ട്സൊക്കെ പൊടിച്ചെടുത്തില്ലേ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇത്തിരി ശർക്കര ചെയ്ത് പൊടിച്ചിട്ട് കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു. കൈൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. കയ്യുമ്പോൾ ഞാനിപ്പോൾ നെയ്യൊന്നും പരട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള വാൾനട്ട്, ബദാം, ഫ്ലാക്സ് സീഡ് ഇതൊക്കെ ഓയിൽ സീഡ്സ് ആണ്. ഇതിൽ തന്നെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. ആ ഓയിൽ കണ്ടൻറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ ഞാൻ നന്നായിട്ട് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഫുള്ളായിട്ടും റോൾ ചെയ്തെടുത്ത് നമുക്ക് എനർജി ബോൾസ് തയ്യാറാക്കാം. ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് കിട്ടാനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.